മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. വിവാഹത്തിന് തലേദിവസം ഭക്ഷണവസ്തുവിൽ മണ്ണ് വാരിയിട്ട സംഭവം. യുവതി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് മദ്രസ കമ്മിറ്റി. യുവതിയുടെ സ്ഥലം കയ്യേറിയെന്നത് കളവാണെന്നും യുവതിക്ക് മാത്രമല്ല മദ്രസയ്ക്കും അവകാശപ്പെട്ട വഴിയാണിതെന്നും 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ കിണർ മലിനമാക്കുന്നുവെന്നതും വസ്തുതാവിരുദ്ധമാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാളിയേക്കൽ പ്രദേശത്ത് 77 വർഷക്കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റഫീഖുൽ ഇസ്ലാം മദ്രസ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് വിവാദ നായികയായ ഈ ഫസീലയും അവരുടെ മാതാപിതാക്കളടക്കം പഠിച്ച ഒരു വിദ്യാലയമാണ് ഈ റഫീഖുൽ ഇസ്ലാം മദ്രസ. ഈ മദ്രസക്കെതിരെ വസ്തുതാവിരുദ്ധമായ ഒരുപാട് ആരോപണം നിർത്തി അവൾ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ഇന്നലെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത്, വാസ്തവം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ നിലയ്ക്ക് ഞങ്ങളുടെ ഒരു കടമയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഭൂമി കയ്യേറി എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. പിന്നെ 2009 ഈ പറയപ്പെടുന്ന ഫസീലയുടെ പിതാവ് സീതി കുരുക്കൾ അന്നത്തെ മദ്രസ കമ്മിറ്റിക്ക് 6.25 സെൻറ്റ് സ്ഥലം നൽകുകയും അതിന് പകരം അവർക്കൊരു 2.15 സ്ഥലം വഴിക്ക് വിട്ടു നൽകുകയും ചെയ്യുകയുണ്ടായി. ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഫസീല പറയുന്നത് സ്ഥലം അധികമുണ്ട്, കയ്യേറിയിട്ടുണ്ട്, 3 സെൻറ്റ് കയ്യേറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അന്ന് ഈ 17 വർഷം മുമ്പ് സ്ഥാപിച്ച വേലിക്കല്ലുകളും അന്ന് കെട്ടിയുണ്ടാക്കിയ മതിലുകളും ഇപ്പോഴും അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. സംശയമുള്ള ആർക്കും വന്നു നോക്കിയാൽ ആ കാര്യം വളരെ വ്യക്തമാവുന്നതുമാണ്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ അതിന് മുകളിൽ ഒരു 1.5 വർഷക്കാലമായിട്ട് ഒരു ബെൽറ്റ് വാർക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അന്ന് 17 വർഷം മുമ്പുള്ള അതേ നിലയിൽ തന്നെയാണ്. യാതൊരു കയ്യേറ്റവും അവിടെ നടന്നിട്ടില്ല. ആർക്കും വന്നും പരിശോധിക്കാവുന്നതാണ്. പിന്നെ അവർ പറയുന്നുണ്ട് ഈ കിണർ എന്ന് പറഞ്ഞാൽ പിന്നെ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി അന്ന് കറ്റക്കാടൻ ചെയ്താക്കാൻ ഒരു വ്യക്തി മരിച്ചപ്പോൾ അവരുടെ കുടുംബം അയാളുടെ പരലോക വിജയത്തിന് വേണ്ടി മദ്രസ കുട്ടികൾക്ക് ഒരു കിണർ കുത്തി തന്നാണ് അന്നത്തെ കമ്മിറ്റി പറയുന്നതനുസരിച്ച്. പിന്നെ അതിനുള്ള വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സ്ത്രീ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ട്, പോയി റെക്കോർഡാക്കിയിട്ടുണ്ട്. അത് ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാവുന്ന ഇതിലുണ്ടെങ്കിൽ തരാം. അതിനുശേഷം എനിക്ക് തരാം വീഡിയോ. അത് മദ്രസ കമ്മിറ്റിക്ക് വേണ്ടിയാണ് പിന്നെ ഇവരുടെ വാപ്പ തന്ന സ്ഥലത്ത് അവർ കിണർ കുത്തുകയും റിങ്ങിടുകയും ചെയ്ത വ്യക്തികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ കിണർ ഫസീല പറഞ്ഞ അവരുടെ വാപ്പ കുത്തിയതാണെന്നും അവർക്കതിൽ അവകാശമുണ്ടെന്നും ന്യായീകരിക്കുന്നുണ്ട്. അത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. നുണ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 25 വർഷമായി കിണറിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു ഈസ്മെൻ്റ് പറഞ്ഞ നിയമപ്രകാരം, അതായത് 25 വർഷക്കാലം നമ്മൾ നടക്കുന്നൊരു വഴിയോ കുടിക്കുന്നൊരു വെള്ളം മുടക്കാൻ പാടുന്നൊരു കോടതി ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് വെള്ളം മുടക്കാൻ പാടുന്നൊരു ഉത്തരവ് അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഉത്തരവാണിത്. അത് വിചാരിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ മേലിൽ സ്റ്റേയോ കാര്യമോ ഒന്നുമില്ല. ഈ ഒരു നിയമം മാത്രമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. വെള്ളം തടയാൻ പാടില്ല. അതായത് 25 വർഷമായി അവർ കുടിക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു നിയമമാണിത്. അത് ഇതുവരെയായിട്ട് ഞങ്ങളോട് തടഞ്ഞിട്ടില്ല കേസ്. വെള്ളം എപ്പോഴും അവർ കുടിക്കുന്നുണ്ട്. പിന്നെ ഇതേമാതിരി അവർ പറഞ്ഞു, ഇപ്പോൾ കല്യാണം നടന്നതിന് ശേഷം അവിടെ വേസ്റ്റ് കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഞാനത് പോയി അതിലൊക്കെ ടോർച്ചർ നോക്കിയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാളെ ഞങ്ങൾ ക്ലീനാക്കാൻ നിയമിച്ചിരുന്നു, സുന്ദരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ. ഒരു സാധനം അവിടെ ഇല്ല. പിറ്റേന്ന് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ വേസ്റ്റൊക്കെ എന്ത് ചെയ്തു, അപ്പോൾ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ അവിടെ വെച്ചിരുന്നു. അത് എല്ലാവരും പോയതിന് ശേഷം ഇവർ വന്നുകാണ്ട് അതിന് 3-4 കീസ് കൊണ്ട് വിറക് വാക്കില്ല അവിടെ കൊണ്ടേ വെക്കുകയും ഒരു ചാക്ക് ചെരിഞ്ഞ് കാണ്ടി അവിടെ വേസ്റ്റ് ഞങ്ങൾക്ക് വന്ന് ആക്കി തീർക്കാൻ വേണ്ടി കണ്ട് അവർ തന്നെ ചെയ്തൊരു കാര്യമാണ്. അതെല്ലാം ഞങ്ങളാരും ചെയ്തല്ല. അവിടെ വേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ കോഴി കഴുകിയപ്പോൾ വെള്ളമായിപ്പോൾ ഇച്ചുവെന്നൊക്കെ പറയുന്നുണ്ട്, ആരോപണമുണ്ട്. പക്ഷേ കോഴി കിണറ്റിനെ കുറച്ച് അപ്പുറത്ത് ആണ് കഴുകിയിട്ടുള്ളത്. കിണറ്റിക്ക് വെള്ളം ഒലിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്ന് വെച്ചാൽ ഈ മദ്രസയിൽ സ്കൂളിൽ കുട്ടികളെ കിട്ടുന്ന വെള്ളമല്ലേ, അവർക്ക് 3-4 ആൾക്കാർക്ക് ഒഴിവാണെങ്കിൽ പുറത്ത് വെള്ളം കൊണ്ടാൽ നമുക്ക് പറ്റില്ല. നമ്മൾ ഒരു കാരണവശാലും അത് അഴിക്കാക്കാൻ നമ്മൾ സമ്മതിക്കൂല. അതൊക്കെ തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. പിന്നെ ഈ വഴി പറഞ്ഞാൽ നമ്മളന്ന് ഈ 6.25 സെൻറ്റ് സ്ഥലം അവർ തന്നപ്പോൾ അവർക്ക് പകരമായിട്ട് കൊടുത്ത വഴിയാണ് 2.15 സ്ഥലം. അതവർക്ക് വഴിയായിട്ട്, അതായത് മദ്രസ കമ്മിറ്റിക്കും അവർക്കും ഈ സീതി കുരുക്കൾ ബാക്കി ആർക്കും സ്ഥലം വിറ്റ അവർക്ക് വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് കരാർ രജിസ്റ്ററാണ് അതിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കോപ്പിയാണത്, കരാറ്.
അത് കരാറാണ്. അത് അന്നത്തെ മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന സുലൈമാൻ ഫൈസിയുടെ പേരിലാണ് ഈ കരാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൽ ഇരു കൂട്ടരും ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസീല ഞങ്ങളതിലൊരു വണ്ടിയിട്ട് പോകാനോ ഇപ്പോൾ കല്യാണത്തിന് വിറകെടുക്കാൻ വരെ വണ്ടി എന്നപ്പോൾ അയച്ചിട്ടില്ല. ആ കുട്ടികളെ ആട്ടി ഒഴിച്ചു, വഴി തടസ്സപ്പെട്ടു. ആ വഴിയിൽ വന്നു നോക്കിയാൽ നിറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കണം. അവരവിടെ സ്വന്തമാക്കി മാറ്റിയേക്കാണ് ഈ വഴി. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ആരും ഉപയോഗിക്കാൻ അയക്കില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ ആ വെള്ളം ഒഴുകിയത് ആദ്യം നേരായിരുന്നു. ഇതിന് കുറച്ച് മുമ്പ് കാലമായിട്ട് എന്ത് ചെയ്തു, പള്ളിൻ്റെ ആ ഭാഗത്തുകൂടെ വിട്ടുകൊണ്ട് പള്ളിൻ്റെ കിണറ്റിക്ക് വെള്ളം ഒഴുകുന്ന രീതിയിലാക്കിയിരുന്നു ആദ്യം. അതിപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്ത് ചെയ്തോളും മാറ്റിങ്ങാണ്ട് ഈ മദ്രസൻ്റെ തറമ്മക്ക് ആക്കുന്ന രീതിയിൽ ഒരു ദിവസം വണ്ടി കൊടുന്ന് കയറിങ്ങാണ്ട് ഈ പൈപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, മദ്രസൻ്റെ ഇതിമക്ക് വെള്ളം കുത്തുന്ന രീതിയിൽ അത് ഈ തറ പൊളിഞ്ഞു പോട്ടെ എന്ന നിലയ്ക്ക് വെള്ളം അങ്ങോട്ടാക്കി തിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളിത് പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ നടപടി പഞ്ചായത്ത് എടുത്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. യുവതിയുടെ പിതാവ് 17 വർഷം മുമ്പ് മദ്രസയ്ക്ക് വേണ്ടി 6.25 സെന്റ് സ്ഥലം നൽകി. അതിന് പകരമായി മദ്രസയ്ക്കും മറ്റും ഉപയോഗിക്കുന്നതിന് കൂടി കരാറുണ്ടാക്കി 2.15 സെന്റ് സ്ഥലം ഫസീലയുടെ പിതാവിനും നൽകി. മദ്രസയ്ക്ക് വേണ്ടി കട്ടക്കാടൻ സൈതലവിയുടെ കുടുംബമാണ് വലിയ തുക ഉപയോഗിച്ച് കിണർ നിർമ്മിച്ചു തന്നത്. ഈ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഫസീലയുടെ പിതാവിന്റെ ആവശ്യപ്രകാരമാണ് അനുമതി നൽകിയത്. മദ്രസയിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളും ജീവനക്കാരും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. ഇറച്ചിയും മറ്റും കഴുകി വെള്ളം മലിനമാക്കിയെന്ന യുവതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. മാലിന്യം ചാക്കിലാക്കിയത് അവരുടെ സ്ഥലത്ത് തള്ളിയതും കത്തിച്ചതും അവർ തന്നെയാണെന്നും മദ്രസ കമ്മിറ്റി ആരോപിച്ചു. നിരവധി പരാക്രമണമാണ് പിതാവിന്റെ മരണശേഷം ഇവർ ചെയ്യുന്നത്. ഇവരുടെ കുടുംബത്തിന്റെ പോലും പിന്തുണ യുവതിക്കില്ലെന്നും മാളിയേക്കൽ റഫീഖുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഈ 2009 നമ്മൾക്ക് മദ്രസന്ന് രജിസ്റ്റർ തന്ന ഈ സ്ഥലം അന്ന് ഇവളെ വീട് അവിടെ ഇല്ല, ഇവിടെ അവിടെ താമസമല്ല. ഓളെ വാപ്പ സ്ഥലം കൊടുത്തിക്കണമെന്നറിയില്ല, ഈ വീടും അതൊന്നുമില്ല. അപ്പോൾ ആ നിലക്കാണ് ഇപ്പോൾ അന്ന് പ്രസിഡന്റ് സുലൈമാൻ ഹാജിയാണ്, അയാളിപ്പോൾ മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അന്ന് ഒരു കുഴപ്പമില്ല. അപ്പോൾ വാപ്പ മരിച്ച് ഓളെ വാപ്പ ഇപ്പോൾ മരിച്ചിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ തോന്നുന്നു. അത് അന്ന് മുതലാണ് ഇപ്പോൾ ഈ ഒരു കുത്ത് നമുക്ക് ഉണ്ടായിക്കിട്ട് 10-15 കൊല്ലമായിക്കണ് ഈ ഇത് ഓളെ വാപ്പ നമുക്ക് വന്നിട്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ ഓരോ മറ്റുള്ള അകവാസികൾ നമുക്ക് അതിന് മദ്രസ കമ്മിറ്റിക്ക് ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എഴുതിയും തന്നിക്കണം. ആ എഴുത്തും ഞങ്ങൾ മദ്രസ കമ്മിറ്റിയിലുണ്ട്. പിന്നെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഇതന്നെ ഉള്ളൂ, ഈ പറഞ്ഞതന്നെ ഉള്ളൂ. KC വീരാൻ മുസ്ലിയാർ, പെരൂക്കാടൻ അബ്ദുള്ള, മാട്ടായി മുഹമ്മദ് കുട്ടി, വാഗപ്പറ്റ അബ്ദു, കുപ്പനത്ത് ഷംസുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.